എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റം തുടരുകയാണ്. 2025 യു എയുടെ സാമ്പത്തിക വളർച്ച 5.1% വർദ്ധിക്കുമെന്ന് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഏറ്റവും പുതിയ സാമ്പത്തിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 3.8% മാത്രമായിരുന്നു. അവിടെ നിന്നുള്ള വലിയ കുതിപ്പാണ് ഇത് സൂചിപ്പിക്കുന്നത്. യു എയുടെ ഈ അതിവേഗ വളർച്ചയ്ക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അന്താരാഷ്ട്ര വ്യാപാരം, ടൂറിസം, നൂതന സാങ്കേതിക വിദ്യ എന്നിവയിലെ മുന്നേറ്റം എണ്ണ ഇതര മേഖലകളിൽ വലിയ കുതിപ്പുണ്ടാക്കി. ഒപ്പം എണ്ണ ഉൽപാദനത്തിലെ വർധനവും ഈ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നു. 2027ഓടെ യു എയുടെ എണ്ണ ഉൽപാദനം പ്രതിദിനം ശരാശരി 3.8 ദശലക്ഷം ബാരലായി ഉയരുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക രംഗത്തെ ഈ വളർച്ച രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. 2024 യു എയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 81% എണ്ണ ഇതര മേഖലയിൽ നിന്നാണ് ലഭിച്ചത്. അതായത് ഏകദേശം 1342 ട്രില്യൺ UAE ദിർഹം. 2025 ഈ മേഖല 4.6% വളർച്ച നേടുമെന്നാണ് റിപ്പോർട്ട് പ്രവചിക്കുന്നത്. വ്യാപാരം, ടൂറിസം, ഗതാഗതം, നിർമ്മാണം, സാമ്പത്തിക സേവനങ്ങൾ, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ UAE ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തി. വ്യാപാര മേഖലയിൽ 2024 എണ്ണ ഇതര GDPയുടെ 16.8% വ്യാപാര മേഖലയിൽ നിന്നായിരുന്നു. 2025 ആദ്യ പാദത്തിൽ എണ്ണ ഇതര കയറ്റുമതി 40.7% വർദ്ധിച്ച് 177.3 ബില്യൺ UAE ദിർഹത്തിലേക്ക് എത്തി. ആകെ എണ്ണ ഇതര വിദേശ വ്യാപാരം 18.6% വർദ്ധിച്ച് 835 ബില്യൺ ദിർഹമായി. ടൂറിസം മേഖലയിൽ 2025 ജനുവരി മുതൽ ഏപ്രിൽ വരെ ദുബായിൽ 7,15,000 അന്താരാഷ്ട്ര സന്ദർശകരെത്തി. ഇത് 2025 അപേക്ഷിച്ച് 15% വർധനമാണ്. അബുദാബിയുടെ ഹോസ്പിറ്റാലിറ്റി മേഖലയും 2025 മാർച്ചിൽ 611 ദശലക്ഷം ദിർഹം വരുമാനം നേടിയിട്ടുണ്ട്. ഗതാഗതത്തിൽ ആകെ 148 ദശലക്ഷം യാത്രികരാണ് UAE വിമാനത്താവളത്തിലൂടെ കടന്നുപോയത്. ഇത് UAEയുടെ ഗതാഗത മേഖലയുടെ വളർച്ച വ്യക്തമാക്കുന്നു. 2024 ഒപെക് ഉൽപാദന നിയന്ത്രണങ്ങൾ കാരണം എണ്ണ GDP വളർച്ച 3.9% കുറഞ്ഞിരുന്നു. എന്നാൽ 2025 എണ്ണ ഉൽപാദനം 6.2% വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2025 അവസാനത്തോടെ UAEയുടെ എണ്ണ ഉൽപാദന ശേഷി പ്രതിദിനം 7,000 ബാരലിൽ എത്തുമെങ്കിൽ ഇത് മൊത്തം GDP വളർച്ചയെ കൂടുതൽ ത്വരിതപ്പെടുത്തും. കൂടാതെ വിദേശ നിക്ഷേപത്തിലെ വർധനവും കോർപ്പറേറ്റ് നികുതിയും ഈ വർഷം കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2027-2028 കാലയളവിൽ വിതരണത്തിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും മാറുന്നതിന് മുൻപ് വർദ്ധിച്ച ഉൽപാദനശേഷി മുതലെടുക്കാനും വരുമാനം പരമാവധിയാക്കാനും സഹായിക്കും. ഇത് ശക്തമായ വരുമാന നേട്ടം നൽകുകയും മൊത്തത്തിലുള്ള GDP വളർച്ച പിന്തുണയ്ക്കാൻ സർക്കാരിനെ പ്രാപ്തമാക്കുകയും ചെയ്യും. ഈ വളർച്ചയുടെ ശുഭകരമായ ചിത്രങ്ങൾക്കിടയിലും ചില വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട്. ആഗോള എണ്ണവിലയിലെ ചാഞ്ചാട്ടവും ഭൗമരാഷ്ട്ര പിരിമുറുക്കങ്ങളും 2025 UAEയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാൻ-ഇസ്രയേൽ സംഘർഷം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ മേഖലയിലെ പ്രധാന സാമ്പത്തിക ശക്തിയായ UAEയെ അത് കാര്യമായി ബാധിച്ചേക്കാം. ഈ ഭീഷണികൾക്കിടയിലും UAEയുടെ സാമ്പത്തിക സ്ഥിരതയും വൈവിധ്യവൽക്കരണവും രാജ്യത്തിന് മുന്നോട്ടു പോകാൻ കരുത്തു നൽകുന്നതാണ്. അതേസമയം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ ഗൾഫ് രാജ്യങ്ങളിലെ വിമാന സർവീസുകൾ താറുമാറായിരിക്കുകയാണ്. ഇസ്രയേൽ തങ്ങളുടെ ആക്രമണങ്ങൾ ശക്തമാക്കുമെന്നും ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെ ജനങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്നും ആവശ്യപ്പെട്ടത് മേഖലയിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചതോടെ വിമാന യാത്രകൾ കൂടുതൽ സങ്കീർണമായിട്ടുണ്ട്. നിരവധി വിമാന കമ്പനികളാണ് ഈ സാഹചര്യം കാരണം തങ്ങളുടെ സർവീസുകൾ റദ്ദാക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തിരിക്കുന്നത്. യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത് സൃഷ്ടിക്കുന്നത്. ഒമാൻ ആസ്ഥാനമായുള്ള സലാം എയർ ഇറാൻ, ഇറാഖ്, അസർബൈജാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ ഈ മാസം 20 വരെ റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപ് കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ മാനേജ് ബുക്കിംഗ് വിഭാഗം പരിശോധിച്ച് നിലവിലെ സാഹചര്യം മനസ്സിലാക്കണമെന്ന് സലാം എയർ അറിയിച്ചിട്ടുണ്ട്. UAEയുടെ പ്രമുഖ വിമാന കമ്പനിയായ എമിറേറ്റ്സ് ജോർദാനിലെ അമ്മാനിലേക്കും ലെബനിലെ ബെയ്റൂട്ടിലേക്കുമുള്ള സർവീസുകൾ ജൂൺ 22 വരെ റദ്ദാക്കിയിട്ടുണ്ട്. ഇറാനിലെ തെഹ്റാൻ, ഇറാഖിലെ ബാഗ്ദാദ്, ബസ്ര എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ ജൂൺ 30 വരെയും എമിറേറ്റ്സ് നിർത്തിവച്ചിരിക്കുകയാണ്. യുദ്ധഭീതി ഒഴിഞ്ഞാൽ ഈ തീരുമാനങ്ങളിൽ മാറ്റം വന്നേക്കാം. അബുദാബിയിൽ നിന്ന് ഇസ്രയേലിലെ ടെൽ അവീവയിലേക്കുള്ള ഇത്തിഹാദ് എയർവേസിന്റെ സർവീസ് ജൂൺ 17 വരെ നിർത്തിവച്ചിട്ടുണ്ട്.
എന്നാൽ ജോർദാൻ, ലെബനാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ അവർ പുനരാരംഭിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഇത്തിഹാദ്.com വെബ്സൈറ്റും അന്വേഷണ കേന്ദ്രങ്ങളും ബന്ധപ്പെടാവുന്നതാണ്.